Hello dears, welcome to this cook enjoy. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ആണ്. ബീറ്ററോ മിക്സിയോ ഒന്നും ആവശ്യമില്ലാത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 1 pot മിക്സിംഗ് മാത്രമുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഇതിൽ വാനില എസൻസ് പോലും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് കൂടെ ചേർക്കാം. കണ്ടോ, ഇതാ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ, ഇതാ അപ്പൊ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കൊക്കോ പൗഡർ ആണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിന് ശേഷം പൊടിച്ചതാണ്. ഇത് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ നടുവിൽ നമുക്കൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ചെറുതായതുകൊണ്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. 1/4 കപ്പ് തൈര്, 1/4 കപ്പ് ഓയില്, 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മളിത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ഡയറക്ഷനിലും കൊണ്ടുപോയി മിക്സ് ചെയ്യരുത്. അപ്പോൾ എന്താ പ്രശ്നം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഇതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഫോം ചെയ്യുക. നമ്മൾ 2 ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ എയർ ബബിൾസ് മൊത്തം പോവുകയും ചെയ്യും. നമുക്ക് കേക്ക് നല്ല കല്ല് പോലെ കിട്ടും. കേക്ക് ഒട്ടും സ്പോഞ്ചി ആയിട്ടുണ്ടാവില്ല. ഈ കേക്ക് നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ മധുരം നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നതിന് പകരം 1/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. ഇത് ഓവർ മിക്സ് ആയി പോകാൻ പാടില്ല. ഇപ്പൊ എല്ലാ ഭാഗവും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്രീസ് ചെയ്ത ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൈഡ് ഭാഗമൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്നൊരു 10-20 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പ് ആണ്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ചു കൊടുക്കാം. 30 മുതൽ 40 മിനിറ്റ് വരെ എടുക്കും നമുക്കിതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 30 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കേക്ക് ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കാം വെന്തിട്ടുണ്ടോന്ന്. പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. കണ്ട്, അപ്പൊ നമുക്കിത് ഉണ്ടാകുന്ന മാറ്റാം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കട്ട് ചെയ്യും. തണുത്തതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുന്നേ ഡിമോൾഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനിതൊന്ന് തണുക്കാൻ വെക്കട്ടെ. അപ്പൊ നമ്മുടെ കേക്കൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഞാൻ ഈ പേപ്പർ ഒന്ന് മാറ്റുകയാണ്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, പെർഫെക്റ്റ്
പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. താഴെ വെച്ചിട്ട് കാണിച്ചത് ഇത്രയും സോഫ്റ്റാണ് കേക്ക്. കണ്ടോ, നമ്മൾ വേറെ ഒന്നും മിക്സിയിൽ അടിച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വിസ്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു സ്പാച്ചുല വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പം അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.